സംയുക്തമായിട്ടാണ് മഹാസഖ്യം ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി എന്നതാണ് തേജസ്വി പ്രാണപത്ര എന്ന പേരിലുള്ള പ്രകടന പത്രികയിലെ പ്രധാന ആകർഷണം. തേജസ്വി യാദവും മുകേഷ് സഹാനിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. बिहार को हम लोगों को बनाने का काम करना है. केवल सरकार ही नहीं बनाना, बल्कि बिहार को बनाना है. बिहार कैसे बनेगा, हमारा विजन क्या होगा, रोड मैप क्या होगा, ब्लूप्रिंट क्या होगा, हम लोगों ने हमेशा बिहार की जनता के सामने, आप लोगों के समक्ष अपनी बात को रखा है. और आज भी बेहद खुशी की बात है कि आज हम सब लोग महागठबंधन के सभी साथी मिलकर के साझा रूप से आप लोगों के समक्ष, बिहार के लोगों के समक्ष संकल्प पत्र जो है रखा है, यानी हम लोगों का प्रण है. മനു ഭരത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനു, ഇത്തവണ വീറും വാശിയും നിറഞ്ഞൊരു പോരാട്ടം. അവിടെ ഇതാ പ്രകടന പത്രികയിൽ വാഗ്ദാന പെരുമഴ എന്ന് തന്നെ പറയാം. ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ഉറപ്പുള്ള സർക്കാർ ജോലി, സ്ത്രീകൾക്ക് 2500 രൂപ വീതം മാസം, അങ്ങനെ നീളുന്നല്ലോ ഈ പട്ടിക. എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? അഭിലാഷ്, ബീഹാർ കാ തേജസ്വി പ്രതിജ്ഞ പ്രാൺ എന്ന ബീഹാർ കാ തേജസ്വി പ്രാൺ എന്ന ഈ പ്രകടന പത്രിക ഒരു കാര്യം വ്യക്തമാക്കുന്നു. അത് ജനപ്രിയ പദ്ധതികൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ബീഹാറിന് വേണ്ടിയുള്ള തേജസ്വിയുടെ പ്രതിജ്ഞ എന്നർത്ഥം വരുന്ന ഈ പ്രകടന പത്രികയിൽ 25 സുപ്രധാന പോയിന്റുകൾ ആണ് ഉള്ളത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം, എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ ജോലി, എല്ലാ കുടുംബത്തിലും ഒരാൾക്ക് സർക്കാർ ജോലി വരുന്ന തരത്തിൽ ഒരു നിയമ പരിരക്ഷ ഉണ്ടാകുമെന്നാണ്. അതിന് അധികാരത്തിലെത്തിയാൽ 20 ദിവസത്തിനുള്ളിൽ അതിനുള്ള തുടക്കം കുറിക്കും എന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 125 യൂണിറ്റ് വൈദ്യുതി അവിടെ സൗജന്യമായി സർക്കാർ നൽകുന്നുണ്ട്. ആ 125 യൂണിറ്റ് വൈദ്യുതി എന്നതിൻ്റെ പരിധി 200 യൂണിറ്റ് ആക്കും എന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ വയസ്സായ അല്ലെങ്കിൽ വയോധികർക്കുള്ള പെൻഷൻ പദ്ധതിയിൽ ഒരു ഉയർച്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിധവകൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമാക്കി. ക്ഷേമ പെൻഷനുകൾ, ആനുകൂല്യങ്ങൾ എല്ലാം വർദ്ധിപ്പിക്കും എന്ന് പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. അതോടൊപ്പം ബീഹാറിൻ്റെ വികസനത്തെ ചുവടുപിടിച്ചുകൊണ്ട് സ്പെഷ്യൽ എക്കണോമിക് സോണുകളായിക്കോട്ടെ, അല്ലെങ്കിൽ IT പാർക്കുകളായിക്കോട്ടെ, ഇത്തരം വിഷയങ്ങൾ എല്ലാം തന്നെ ഈ പ്രകടന പത്രിക എടുത്തു പറയുന്നു. ബീഹാറിലെ മറ്റൊരു പ്രധാന വിഭാഗമാണ് ഈ ജീവിക ദീദിമാർ. അതായത് പ്രത്യേക ഒരു പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വയം സംരംഭകരും ആയിട്ടുള്ള ഒരു സന്നദ്ധ ഗ്രൂപ്പാണ് ഈ ജീവിക ദീദിമാർ. ഏതാണ്ട് 1,21 ലക്ഷം ഇത്തരം പ്രവർത്തകർ അവിടെയുണ്ട്. അവർക്കെല്ലാം പ്രതിമാസം 30,000 രൂപ, ഇൻഷുറൻസ് പരിരക്ഷ, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ, സാധാരണ ജനവിഭാഗങ്ങളെ സ്പർശിക്കുന്ന നിരവധി വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. സ്ത്രീകൾക്ക്, യുവാക്കൾ, കുട്ടികൾ, അതുപോലെ ദരിദ്ര വിഭാഗത്തിൽ കഴിയുന്ന ആളുകൾ, ആദിവാസി മേഖലയിലുള്ളവർ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് തേജസ്വി പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് എല്ലാ സംഘടനയുടെയും നേതാക്കൾ അവിടെ എത്തി. ഇപ്പോൾ ML വിഭാഗത്തിൻ്റെ ദീപാങ്കർ ഗുപ്ത ഭട്ടാചാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ പവൻ ഖേര എത്തിയിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നവും ചർച്ചയുമായി തന്നെ ഉയരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി അടുത്ത ദിവസം അവിടെ പ്രചാരണത്തിന് ബീഹാറിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ പിന്നോക്ക വിഭാഗങ്ങളെ, ന്യൂനപക്ഷം, സ്ത്രീ വോട്ടർമാരെയൊക്കെ ആകർഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തേജസ്വിയും സംഘവും ഉള്ളത്. യെസ്, ഇതാണ് ഇപ്പോൾ മഹാസഖ്യത്തിൻ്റെ പ്രതീക്ഷ. എന്തായാലും നാളെ രാഹുൽ ഗാന്ധി കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നതോടുകൂടി പ്രചാരണം അതിൻ്റെ ടോപ്പ് ഗിയറിലേക്ക് കടക്കുകയും ചെയ്യും.